ഹായ്, ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ നമ്മുടെ കപ്പലണ്ടി വണ്ടി വെൽഡ് ചെയ്യണ ഭയങ്കര പരിപാടികളിലാണ്. അപ്പോൾ മഴ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ അങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം വെൽഡിങ് കഴിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ വെൽഡിങ് സെറ്റൊക്കെ വേണ്ട, ഇനിയിപ്പോൾ ഇത് കൊടുക്കണം. അതായത് ഇന്നത്തെ ഒരു ഫുൾ ഡേക്കുള്ള വർക്കൊന്നുമില്ല, പക്ഷേ ഈ മഴ കാരണം ഫുൾ ഡേ ആയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഞായറാഴ്ചയായിട്ട് ഒരു അടുത്ത വീട്ടിലെ ഒരു ചേച്ചി വന്നിരുന്നു. ആ ചേച്ചിയുടെ പേര് പറയണ്ട, നമ്മള് അടുത്തുള്ളതാണ്. അപ്പൊ അവർക്ക് ജോലി ഉണ്ട് അല്ലേ? ജോലിയുണ്ട്, ആയുർവേദത്തിലായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു കമ്പനി. അങ്ങനെ അപ്പൊ ജോലിക്ക് പോണത് കൊണ്ട് തന്നെ ഉണ്ണിമാവനെ കാണാൻ കുറച്ച് ദിവസമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒഴിവായത് കൊണ്ട് അവര് വീട്ടിലേക്ക് വന്നു. ഉണ്ണീനൊക്കെ എത്ര നേരം കുറേ നേരം എടുത്തു ചിരിപ്പിച്ചു. അതെ, കൊറേ നേരം ഇന്ന് കളിച്ചു. അതെ. അപ്പൊ ഉണ്ണിക്ക് ഇപ്പൊ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് പഴം, വലിയ പഴം, പിന്നെ ആപ്പിള്, ഗ്രീൻ ആപ്പിള്, കൊറലപ്പം, മിക്സറ്, ഉണ്ണിയുടെ ഡ്രസ്സുകള്, പിന്നെ വിക്സ് മോഡലാ, പിന്നെ പൂക്കല്ലേഖ്യം. ഈ പൂക്കല്ലേഖ്യം അവര് വീട്ടിലുണ്ടാക്കിയതാട്ടോ. പിന്നെ അതുപോലെ വിക്സും എള്ളുണ്ട വിക്സും അവരുണ്ടാക്കിയതാട്ടാ. എല്ലാ കാര്യങ്ങളും അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു വിക്സും പിന്നെ ഈ ഒരു പൂക്കുലലേഖ്യം അവരുണ്ടാക്കിയതാണ്. അവര് ആയുർവേദത്തില് എവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ, നമ്മുടെ അരിയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങള് കഷായം എന്തൊക്കെ മേടിച്ചില്ലേ അവിടുന്ന്, അവിടെയാണ് വർക്ക് ചെയ്യണ്ടായിരുന്നത്. ഇപ്പൊ അവിടത്തെ ആള് ഡോക്ടർ മരിച്ചപ്പോ പിന്നെ ഇവിടെ അടുത്ത് ഒരു കമ്പനിയിൽ പോകാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞായറാഴ്ചയായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരും വരുന്നില്ല. നമ്മൾ ഉണ്ണിക്ക് എത്ര ദിവസമുള്ളപ്പോഴേക്കാണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്? ഒരു 1 മാസം തന്നെ. 1-ാം മാസം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആൾക്കാർ വന്നിട്ടുള്ളൂ, വന്ന് കണ്ടു പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാള് ഇന്നിപ്പോൾ വന്നു. അവർക്ക് വരാൻ പറ്റിയില്ല. ഒരു 4 വീട് അപ്പുറമാണ്, പക്ഷെ വരാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇന്ന് വന്നു മാത്രം. പിന്നെ അവരുടെ മകളുടെ കല്യാണമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എവിടേക്കാന്നറിയോ? പേരമംഗലം. ആ ഒരു വശത്തേക്കാ തോന്നുന്നു കേട്ടോ. അപ്പൊ കല്യാണം ഉറപ്പിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു കൊല്ലായില്ലേ? ആൾക്കാർ എന്താ, പയ്യനെന്താ പണി? ഗൾഫിലാണ്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അവർക്കത് കൊണ്ടുവന്ന് തരാനുള്ള ഒരു മനസ്സ്, അവരിത്രയും വൈകിട്ടാണെങ്കിൽ അവർ വന്നൂല്ലോ എന്നുള്ളതാണ് കാര്യം. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാനിപ്പോ അതായത് അവർ കയറി വരുമ്പോ ഞാൻ പുറകില്ല, ഞാൻ ടാർപ്പായ കഴുകായിരുന്നു. ഞാനും ഉണ്ണി ടാർപ്പായ കഴുകായിരുന്നു. അവര് വന്നിരുന്നു, കുറെ നേരം വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ വെൽഡിങ് പണിയിലാണ്, നമ്മുടെ വണ്ടി കപ്പലണ്ടി വണ്ടി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, നീ മുന്നിട്ട സ്ഥലത്ത് വേറെ കച്ചവടക്കാർ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ, അതായത് അത്താണിയിൽ കുറ്റിങ്ങാവിൻ്റെ അവിടെ നമ്മൾ പാനിപ്പൂരി, ഈ ഒരു വണ്ടി മുന്നേ കഴിഞ്ഞ വർഷം കച്ചവടം ചെയ്യാനിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ അറിയുന്ന ഒരു ആൾക്കാർ തന്നെയാണ് കേട്ടോ. വളരെ സാധുക്കളാണ്, പാവങ്ങളാണ്. അപ്പോൾ അവർ ഒരു ചായക്കട അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ചേച്ചിയും തന്നെ, അവർ 2 പേരും തന്നെയാണ് ആ ഒരു ഇതിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചായ കൊടുക്കുമ്പോൾ ഒരാൾക്ക് കടി ഉണ്ടാക്കാനുള്ള, എണ്ണക്കടികൾ ഉണ്ടാക്കാനുള്ള ഒരു അറിവൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെയാണ് ഒരു ചായക്കട എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ തന്നെ ഇവിടെ അടുത്ത് വണ്ടികൾ രജിസ്ട്രേഷനൊക്കെ വരുമ്പോൾ ചായക്കട ഉണ്ട്. അതായത് 3 ദിവസമുള്ള, ആഴ്ചയിൽ 3 ദിവസമുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചായക്കട അവിടെ ഉണ്ട്. അതിപ്പോൾ ഈ കൊല്ലമൊന്നും തുറന്നിട്ടില്ല, കഴിഞ്ഞ കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെഡ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ ചായ കൊടുക്കുമ്പോൾ, അതായത് ഞാൻ ലൈവ് കടിയല്ല, നമ്മൾ എണ്ണക്കടി മേടിച്ച് കൊണ്ടുവരും. ചായ, കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ലൈവ് കൊടുക്കുള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 10 ആൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചായയും കൊടുക്കണം കടിയും കൊടുക്കണം പറയുമ്പോൾ രണ്ടും കൂടിയിട്ട് ഈ റെഡിമെയ്ഡ് ആയതുകൊണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റിയെന്ന് മാത്രം. പക്ഷേ നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ എളുപ്പമല്ല. കാരണം ഒരാൾ കടി ഉണ്ടാക്കി ഇടുമ്പോൾ ആ ചൂടോട് കൂടി കൊടുക്കണം, ഒപ്പം തന്നെ അവിടെ ചായയും കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പാനിപൂരി, മസാലപൂരിയൊക്കെ കൊടുക്കണ്ടായിരുന്ന ആ കടയുടെ അവിടെയാണ് ഇപ്പോൾ ചായക്കട വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചായക്കടയിൽ പോയി വർത്തമാനങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ പൂര കച്ചവടം ഉണ്ടെങ്കിലും എൻ്റെ സ്റ്റാളിൽ വന്നിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് വന്ന് സാധനങ്ങൾ മേടിക്കും. പിന്നെ എൻ്റെ കൂടെ ഇരിക്കും, കുറേ നേരം എൻ്റെ അടുത്ത് വർത്താനൊക്കെ പറയും. അവർ ഫാമിലി അത്രയും കമ്പനിയാണ് നമ്മൾ. അപ്പോൾ അവരവിടെ ആ ഒരു സ്പോട്ടിൽ, കഴിഞ്ഞ വർഷം ഞാനിട്ട സ്പോട്ടിൽ ഇപ്പോൾ അവർ കട ഇട്ടു. അപ്പം ഞാൻ കട പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും മോളും കൂടിയിട്ട് ചെന്ന് സംസാരിച്ചു, കുറേ വിശേഷങ്ങൾ പറഞ്ഞു. വേഗം കട തുടങ്ങും, ചായ പിടിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു.
അപ്പം നമുക്ക് സന്തോഷമുള്ളൂ അങ്ങനത്തെ. അതായത് ആ ഒരു സ്പോട്ട് ഭയങ്കര ഷോക്കായിട്ടുള്ള സ്പോട്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഒരു കട തുടങ്ങിയത് ഞാൻ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ. അപ്പോൾ അവിടെ ഇപ്പോൾ അവർ തുടങ്ങി. ഞാനിപ്പോൾ 2-3 വട്ടം പോയി ചായ കുടിച്ചു. ഇപ്പം ഇന്നിപ്പോൾ വെൽഡിങ് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ ഇന്ന് കാലത്ത് വെൽഡിങ്ങിൻ്റെ ഈ ഒരു വെൽഡിങ് സെറ്റ് മേടിക്കാൻ പോയിട്ട് വരുമ്പോഴും അവരവിടെ കട തുറന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ മഴ വരുന്നതിന് മുന്നേ അങ്ങോട്ട് ഓടി വേഗം വന്നു മാത്രം. ഇനിയിപ്പോൾ തിരിച്ചവിടെ കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ കയറിയിട്ടൊരു ചായ കുടിക്കണം, അല്ലെങ്കിൽ വർത്തമാനങ്ങൾ പറയും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് നമ്മുടെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഒപ്പം തന്നെ ഇന്ന് എല്ലാവരും എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ദിയയ്ക്ക് വളരെ സന്തോഷമായി. ദിയ ഇത്ര നേരം വേറൊരു ഉടുപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചളിയായി. ഞങ്ങൾ ടാർപ്പായൊക്കെ കഴുകുമായിരുന്നു. അതായത് തള്ളുവണ്ടിയുടെ മുകളിലേക്കിട്ടുള്ള ടാർപ്പായ കഴുകണം കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ ചളി. അപ്പോൾ വേഗം അച്ഛനൊരു വീഡിയോ എടുക്കേണ്ടി പറഞ്ഞപ്പോൾ വേഗം ഒരു ഷിമ്മി എടുത്തിട്ടതാണ്. ഈ ഷിമ്മി ഇത് എൻ്റെ മുണ്ട് തയ്ച്ചിട്ട് ഷിമ്മി അടിച്ചതാണ്. കാരണം ഫാൻസി ഡ്രസ്സ് നമ്മളിത് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് തയ്ച്ചിട്ടുണ്ടാകുന്നൊരു ഷിമ്മിയാണ്. അപ്പോൾ വേഗം ഒരു ഉടുപ്പ് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇത് ഉണ്ടിവാ ഇവിടെ ഉണ്ട്. അപ്പം എങ്ങനെ സന്തോഷമായ? ഓക്കെ. അപ്പോൾ എടുത്തോ, കഴിച്ചോ. പൂക്കുലലേഹ്യം മേടിക്കണം വിചാരിച്ചൊരു ഐറ്റമാണ്. കാരണം ഞങ്ങൾ ഉള്ളിലേഹ്യം ഏകദേശം ഒരു 3-4 ദിവസം ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പോൾ പൂക്കുലലേഹ്യം ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോഴേക്കാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നത്. അവർക്കാകുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടല്ല ഉണ്ടാക്കിയത്. അവരാകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അതെ കാര്യങ്ങൾ കൃത്യമായിട്ട് മിക്സില്ല. ഇത് എങ്ങനെ അതിൻ്റെ കൂട്ടുന്ന് പിടുത്തം കിട്ടില്ല. തുറക്കാൻ പറ്റുമോ ചെല്ലുട്ടിക്ക്? തുറക്ക്. കൃത്യമായിട്ട് അവർ അല്ല ഇങ്ങനെ ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കും. അതായത് ഇതില് എനിക്ക് തോന്നുന്നു ഒരു ആയുർവേദത്തിന്റെ വിക്സ് ആണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു നീലടപ്പില്ലേ വിക്സ്, അതല്ല ഒരു ആയുർവേദത്തിന്റെ ഒരു ഞാൻ തന്നെ ആലോചിക്കാം. കാരണം ഇപ്പോൾ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നല്ല തലവേദനയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞായറാഴ്ചയൊക്കെ എന്താ പരിപാടി? എല്ലാവരും വിശേഷങ്ങൾ അറിയിക്കും. ഇനി എന്തെങ്കിലും നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ, വെൽഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പ് ഭാഗം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. എന്തായാലും വെൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ആ പണി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും, വണ്ടിയുടെ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഹാപ്പി സൺഡേ. ഓക്കെ, താങ്ക് യു.